എല്ലാവർക്കും കരിവീരച്ചന്തം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് റിട്ടയർഡ് ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസറായിട്ടുള്ള അനിൽ സാറാണ്. സാർ സ്വാഗതം. നമസ്കാരം സാർ, എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം സാറിൻ്റെ ഫാമിലിയെ പറ്റിയാണ്. വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ ഫാമിലിയെ പറ്റി പറയാം. അതായത് ഞാൻ, വൈഫ്, 2 ആൺകുട്ടികളാണ്. വൈഫ് ടീച്ചറാണ്. കലഞ്ഞൂർ ഗവൺമെൻറ് LPS അതായപ്പോൾ നമ്മുടെ മരോട്ടിമൂട് സ്കൂളിലാണ്, അവിടുത്തെ ടീച്ചറാണ്. 2 ആൺകുട്ടികളാണ്. മൂത്ത ആൾ ഈ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, ഇപ്രാവശ്യത്തെ സിവിൽ സർവീസിൻ്റെ ജേതാവാണ്. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ട്രെയിനിങ് താമസിയാതെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ സർവീസിൻ്റെ തുടക്കകാലത്ത് ആ സമയത്തൊക്കെ ആയിരിക്കുമല്ലോ സാറിൻ്റെ ഒരു കല്യാണം, ഏകദേശം ഒരു വ്യത്യാസം. അപ്പം ആ ഒരു സമയത്ത് മേഡം എങ്ങനെയായിരുന്നു? അഡ്ജസ്റ്റബിൾ ആയിരുന്നു ഈ സാറിൻ്റെ ഈ ഒരു ഇതായിട്ട്? അല്ല, വനംവകുപ്പ് ജീവനക്കാരനായി തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കാരണം ഞാൻ 1999 സർവീസിൽ കയറുന്നത്. 2000 എൻ്റെ വിവാഹം. അപ്പോൾ സ്വാഭാവികമായും വനംവകുപ്പ് ജീവനക്കാരൻ എന്ന നിലയിൽ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു പ്രശ്നമില്ല. സാറിനെ കിട്ടാത്തതിൻ്റെ പരിഭവമൊക്കെ എങ്ങനെ പറയാറുണ്ടോ? ഇല്ല, ഇവിടെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഞാൻ സർവീസിൽ 1999 കയറി കഴിഞ്ഞാൽ തണ്ണിത്തോട് സ്ഥലമുണ്ടല്ലോ, നമ്മുടെ റാന്നി കൃഷ്ണ ഭാഗമാണ്. അവിടെയായിരുന്നു എൻ്റെ സർവീസ് ജീവിതം തുടങ്ങുന്നത്. കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു, 6 മാസം. അങ്ങനെ ട്രെയിനിങ് പൂർത്തിയാക്കി തിരിച്ച് തണ്ണിത്തോട് സ്റ്റേഷനിൽ തന്നെ വന്നു. പിന്നെ എന്നെ റേഞ്ച് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് വടശ്ശേരിക്കാർ റേഞ്ച് ഓഫീസറാണ് ഇട്ടത്. അപ്പോൾ ആ റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും ഒക്കെ തന്നെ എനിക്ക് എൻ്റേതായ കുറേ സ്വാതന്ത്ര്യങ്ങൾ കിട്ടിയെന്ന് തന്നെ പറയാം. എനിക്ക് എൻജോയ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വർഷക്കാലവും ആ രീതി തന്നെ ആസ്വദിച്ച് തന്നെയാണ്. തീർച്ചയായും ഞാനൊരു പ്രത്യേകത പറയാമെന്ന് വെച്ചാൽ, പൊതുവെ വനംവകുപ്പ് ജീവനക്കാരൻ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ജോലി ഭയങ്കര ദുസ്സഹം, വന്യമൃഗങ്ങളുള്ള കാട്ടിൽ തന്നെ പോകണം, ഭയങ്കരമായ റിസ്ക്കാണ് എന്നൊക്കെ പറയുന്നൊരു ആംഗിളിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് കൂടുതലും. പക്ഷേ ഒരു വനംവകുപ്പ് ജീവനക്കാരൻ എന്നല്ലേ പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പുതിയ പുതിയ പാഠങ്ങൾ, ഓരോ ദിവസവും ഓരോ പാഠങ്ങളാണ്, ഓരോ ഇതാണ്. നമുക്കൊരു സർക്കാരിൻ്റെ ഒരു ജീവനക്കാരൻ, ഒരു ക്ലാർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരേ ഫയലാണ്. ഇന്നൊരാളുടെ ഫയലാണെങ്കിൽ അതേ വേറൊരാളുടെ ഫയലാണ്, അതേ മാറ്ററിൽ അടുത്ത ദിവസം. പക്ഷെ ഇതല്ല, നമുക്ക് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ, മൃഗങ്ങളായിക്കോട്ടെ, പലതരത്തിലുള്ള സസ്യങ്ങളായിക്കോട്ടെ, വനവൃക്ഷങ്ങൾ, അങ്ങനെ അതിന് ഔഷധ മരങ്ങൾ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ജോലികൾ അത്രയും എൻജോയ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും. പിന്നെ നല്ല കാടിൻ്റെ വലിയ മാറ്റങ്ങൾ വരത്തില്ലേ പല റേഞ്ച് ഓഫീസറായി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്? തീർച്ചയായിട്ടും അത് ഒന്നുണ്ടാവും. മാത്രമല്ല വർക്കിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റേഞ്ചിൽ വടശ്ശേരി റേഞ്ചിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ റേഞ്ച് ഓഫീസർ കൂപ്പ് വർക്കിലേക്ക് വിട്ട്. അപ്പോൾ കൂപ്പ് വർക്ക് എനിക്ക് അജ്ഞാതമായ ഒരു കാര്യമാണ്. അപ്പം ഒരു 60 ഹെക്ടർ ആണ് ഒരു കൂപ്പ് അന്ന് വടശ്ശേരി റേഞ്ചിൽ. അപ്പോൾ അതിൻ്റെ ഫെല്ലിങ് പണി ആ തുടക്കത്തിൽ തന്നെ എന്നെ റേഞ്ച് ഓഫീസർ വിട്ടത്. ഇപ്പോൾ അദ്ദേഹം CCF ആയി, ശ്യാം മോഹൻലാൽ സാർ. അപ്പോൾ അറിയാം, നിങ്ങൾക്ക് എല്ലാവരും ഒരുപക്ഷെ അറിയാം. അപ്പോൾ IFS ആണ്. അപ്പം അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വർക്കുകൾ ഇട്ട്, അങ്ങനെ കൂപ്പ് വർക്കുകൾ, അങ്ങനെ ഒരു 8 ഫൈനൽ ഫെല്ലിങ് തോട്ടങ്ങൾ തന്നെ വർക്കിന് നിൽക്കാനും ചെയ്യിക്കാനും, അതിനെ മുറിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തടികൾ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്ത് വാഹനങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഡിപ്പോയിൽ എത്തിച്ച് ചെയ്യുന്ന വരെയുള്ള പണികളായിരുന്നു. അതെല്ലാം പഠിച്ച്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സാറിപ്പം ആദ്യമായിട്ട് സർവീസിൽ കയറിയ സമയത്തുള്ള ആ ഒരു കാർഡും പിന്നീട് അതിനുശേഷം ഇപ്പോൾ റിട്ടയർമെൻറ്റ് സമയത്തുണ്ടായിരുന്ന കാർഡും തമ്മിൽ പ്രകൃതിപരമായ എന്തെങ്കിലും ഒരു വ്യത്യാസം സാറിൻ്റെ ഇതിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാടിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതുകൊണ്ടാണല്ലോ വന്യമൃഗങ്ങളുടെ ശല്യം നാട്ടിൻപുറത്ത്. മുൻകാലങ്ങളിൽ ഞാൻ ഈ സർവീസ് കയറുന്ന കാലയളവിൽ ഒരിക്കലും മനുഷ്യ വന്യജീവി സംഘർഷം ഒരു വിഷയമേ ആയിരുന്നില്ല. നാട്ടിൻപുറത്ത് ഇറങ്ങുന്നത് ആകെ അല്പമെങ്കിലും ഇറങ്ങുന്നത് പന്നി മാത്രമാണ്. പക്ഷെ ഇന്ന് നാട്ടിൻപുറത്ത് ഇറങ്ങാത്ത മൃഗമില്ല. നമുക്ക് ഈ ആന, പുലി, കടുവ, പിന്നെ നേരത്തെ തന്നെ ഇറങ്ങുന്ന പന്നി, കുരങ്ങൻ, കരടിയൊക്കെ ഇറങ്ങിയതായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ വ്യാപകമായ രീതിയിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നുണ്ട്. അപ്പം കാടിൻ്റെ തനതായ സ്വഭാവത്തിന് എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ശാസ്ത്രീയ പഠനം നടത്തി
എന്തുകൊണ്ടാണ് ഈ കാടിറങ്ങി മൃഗങ്ങളെല്ലാം തന്നെ കൂട്ടത്തോടെ ഞാൻ ചെയ്തിരുന്ന തൊട്ട് മുമ്പ് ചെയ്യുന്ന പാടത്ത് ഒരേ ദിവസം ആ സ്റ്റേഷൻ പരിധിയിലെ 5 വ്യത്യസ്ത സ്ഥലങ്ങളെ ഒരേ ദിവസം തന്നെ 38 ആനകളാണ്. ഒറ്റ ദിവസമാണ്. സാധാരണ പറയാം ഇവിടുന്ന് ആന അപ്പുറത്തോട്ട് മാറി അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് മാറുന്നതാണ്. അല്ല, ഒരേ സമയത്ത് തന്നെയാണ് ഈ 38 ആനകൾ. അപ്പോൾ തന്നെ വ്യാപകമായ തോതിൽ ഇതിൽ നാടിറങ്ങുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാടിനുള്ളിൽ ചെലവഴിച്ച ജീവിതത്തിൽ നിന്ന് മനുഷ്യരെ പറ്റിയും അവരുടെ സ്വാർത്ഥതയെ പറ്റിയും സാറ് പഠിച്ചൊരു പാഠം എന്തായിരിക്കും? അതായത് മനുഷ്യൻ എപ്പോഴും സ്വാർത്ഥത അവൻ്റെ ജന്മസിദ്ധമായൊരു കാര്യമാണ്. അപ്പോൾ സ്വാർത്ഥത വെച്ചിട്ട് നമ്മുടെ വനവുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായി സ്വാർത്ഥത മൂലമാണല്ലോ മോഷണം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവുന്നത്, പോച്ചിങ് അല്ലെങ്കിൽ ഈ വേട്ടയാടലൊക്കെ ഉണ്ടാകുന്നത്. അവനവന് തന്നെ ജീവിക്കണം, വേറെ ആൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യരുടെ പൊതു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതുണ്ടാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വനം വകുപ്പിലെ കുറ്റകൃത്യങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഈ മൊബൈലിന്റെ ഒന്ന്, 2 വനസംരക്ഷണ സമിതി എന്ന് പറയും ഒരു സമിതിയുണ്ട്. കാടിന്റെ മേഖലകളിലും വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതിയാണ് സർക്കാരിൻ്റെ അംഗീകാരത്തോടി സർക്കാർ ഉദ്യോഗസ്ഥനായ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിരിക്കും അതിൻ്റെ സെക്രട്ടറി, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ആ പ്രദേശവാസികളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതിനകത്തൊരു പ്രസിഡന്റ്, അതെല്ലാം കൂടെ വനസംരക്ഷണ സമിതി. അപ്പോൾ ആ സമിതിക്ക് അതിന് ഗുണമുണ്ട്. അത് ഒരു സ്ഥലത്ത് ഫോം ചെയ്യുന്ന സമയത്ത് വനവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് നിശ്ചിത തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഉതകുന്ന മറ്റ് കാര്യങ്ങൾ എല്ലാം ഈ VSS വഴി സാധിക്കുന്നുണ്ട്. അവർക്ക് വേണേൽ റോഡ് വെട്ടാം, അതുപോലെ തന്നെ കിണർ കുഴിക്കാം, അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അങ്ങനെ എല്ലാ മേഖലകളിലും VSSന്. അപ്പോൾ VSSന്റെ ഒരു കടന്നുവരവ് ഈ പറഞ്ഞ വനത്തെ സംരക്ഷണത്തിന് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വന്യമൃഗങ്ങളെ നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണോ ഈ കാട് കയ്യേറുന്ന മനുഷ്യർ, പിന്നെ അതിനകത്ത് ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്ന ആൾക്കാർ? അങ്ങനെ വലിയൊരു എന്താ പറയണ്ടേ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്തു? പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരൊന്നും പറയണ്ട, അങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ജനകീയമായ പ്രശ്നങ്ങൾ അതാത് മേഖലയിലെ ജനപ്രതിനിധികൾ യഥാസമയം ഇടപെടുക എന്നുള്ളത് അവരുടെ ദൗത്യമാണ്, കടമയാണ്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു കുറ്റവാളിയെ നമ്മൾ അയാളുടെ കുറ്റകൃത്യം ബോധ്യപ്പെട്ട് അയാൾക്കെതിരെ അയാളെ നടപടിയെടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ജനപ്രതിനിധികൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ജനപ്രതിനിധികൾക്ക് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സംവിധാനത്തിൽ ഭയങ്കരമായ വിലയുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഇടപെടുമ്പോൾ നമ്മുടെ മാനസിക നില, വീര്യം, അതായത് നമുക്ക് ആ ഒരു ജോലിയോടുള്ള പ്രതിബദ്ധത അത് കുറയാനായിട്ട് ഇടയാകും. അപ്പം കഴിവതും ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നത് വരെയെങ്കിലും ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ കല്ലും നെല്ലും തിരിയുന്നിടം വരെ ജനപ്രതിനിധികളോ രാഷ്ട്രീയ ഇടപെടലുകളോ വരാതെ ഇരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നിലവിൽ അതുണ്ട്. അപ്പോൾ അത് ചിലപ്പോഴും വിലങ്ങുതടിയായി വരാൻ സാധ്യത. നമുക്ക് ജോലി കൃത്യതയോടെ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പം കേട്ടിട്ടുള്ളത്, നമ്മൾ ഈ വനത്തിൽ എന്തെങ്കിലും മൃഗങ്ങൾ എന്തെങ്കിലും ചത്ത് കിടക്കുകയാണ്, ഇപ്പം കടുവയോ അല്ലെങ്കിൽ ആനയോ പുലിയൊക്കെ ആണെങ്കിൽ സ്പോട്ടിൽ തന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊരു രീതി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പോസ്റ്റ്മോർട്ടങ്ങൾ സാറ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കൂടെ നിന്നിട്ട് ആനയുടെ തന്നെ എനിക്ക് തോന്നുന്നു 3-4 ആനയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ ഭാഗമായി നിന്നിട്ടുണ്ട്. അത് തണ്ണിത്തോട് മേഖലയിലുണ്ട്, ബാക്കി ചിറ്റാർ മേഖലയിലൊക്കെ തന്നെ ഇത്തരം ജോലി കാലയളവിൽ. കാരണം ദിവസങ്ങളായി അതിൻ്റെ ജഡം നിന്ന് അഴുകി ഒരവസ്ഥയിലേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദുർഗന്ധം കൊണ്ട് ആണ് ഒരുപക്ഷെ നാട്ടുകാരോ അല്ലെ വനംവകുപ്പ് ജീവനക്കാരോ VSSകാരോ അറിയിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തന്നെ ഒരു 5-7 ദിവസം ആയി കഴിയുമ്പോൾ ഇതങ്ങ് പഴുത്ത് അഴകി എല്ലാം ഒരു പ്രത്യേക ഒരവസ്ഥയിലായി. മനുഷ്യന് ആ ഏരിയ ചെല്ലാൻ പറ്റില്ല. നമ്മൾ ചെന്ന് പോയാൽ നമ്മുടെ ഷർട്ടായാലും നമ്മുടെ ദേഹമായാൽ പോലും ഈച്ച കൊണ്ട് പൊതിയും. ചിലത് ഈ ബ്ലാസ്റ്റ് ആവുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ബ്ലാസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ വെള്ളം കെട്ടി നിൽക്കും ഈ ഉള്ളിൽ. അത് വയറൊക്കെ അങ്ങ് വീർത്ത് നിൽക്കും. അത് ചെറിയൊരു സ്പർശനം മതി ഒരു പക്ഷെ പൊട്ടി. അതെനിക്കൊന്നൊരു നല്ലൊരു തോട് പോലെ കൈത്തോട് പോലെ ഒഴുകാനുള്ള സാധനങ്ങളാണ് ഈ മൊത്തം. ദുർഗന്ധം കൊണ്ട് ഇതാണ്. അപ്പോൾ അത്തരം മേഖലകളൊക്കെ അതിജീവിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ
കടുവയുടെ ഇതിൻ്റെ ഉണ്ട്. അതും ഈ പറഞ്ഞ കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണോ ഈ പോസ്റ്റ്മോർട്ടം? ചിലപ്പോൾ അസുഖം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഫൈറ്റും ഉണ്ടായിരിക്കാം മരണപ്പെട്ടത്. അപ്പം അത് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സ്പോട്ടിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അല്ലേ? അതെ അതെ, അതിന്റെ സൈറ്റിൽ തന്നെ പോസ്റ്റ്മോർട്ടം. ഒന്ന് ഈ ആനയെ പോലെ ജീവിയെ വേറൊരിടത്ത് മൂന്നാമൊരിടത്ത് എത്തിക്കാൻ പറ്റില്ല. ഹെവി ലോഡാണ്. ഹെവി ലോഡാണ്. അത് തന്നെയാണ് പ്രധാന കാരണം, അല്ല മറ്റൊന്നുമില്ല. പക്ഷെ കടുവയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കോന്നിയിലെ 1-2 കടുവയുടെ കേസ് വന്നിട്ടുള്ളപ്പോൾ അതിനെ കടുവയെ നമ്മുടെ കോന്നിയിൽ ആനക്കൂടുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് റേഞ്ചിനോട് പരിസരത്ത് കൊണ്ടുവരികയും അത് അതിൻ്റെ നിയതമായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നമുക്കതിനകത്തൊരു ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ആസ് റൂൾ ഗവൺമെൻറ് നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർമാരുടെ സംഘമാണ്, വെറ്റിനറി ഡോക്ടർമാരുടെ സംഘമാണ് അത് ചെയ്യുന്നതെന്ന് അതിന് കാരണങ്ങൾ കണ്ടെത്തി അത് ഏതാണ് മരണ കാരണം, പരസ്പരം കുത്തുകൂടുകയോ വഴക്കിട്ടാണോ, വന്യമൃഗ ആക്രമണം മൂലമാണോ, അതോ മറ്റെന്തെങ്കിലും രീതിയിലാണോ എന്നുള്ളത് കണ്ടെത്തും ശാസ്ത്രീയമായി. സാറിൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു ഈ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം അതൊരു പരിധി വരെയൊക്കെ ഈ നമ്മളെ മനുഷ്യർ കാടിനോട് കടന്നു ചെല്ലുന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണോ? അതൊരു കാരണമാണോ? അല്ല, കടന്നുകയറ്റത്തിനൊരു കാരണം, വന്യജീവി കടന്നുകയറ്റത്തിനൊരു കാരണം അതല്ല പ്രധാനം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉദാഹരണം ആനയോ അല്ലെങ്കിൽ ആനയുടെ തന്നെ പ്രധാനമായിട്ട് എടുക്കുകയാണെങ്കിൽ ആന ഈ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആനയ്ക്ക് ആകർഷകമായ ചില ഫ്രൂട്ട്സും ചക്കവർഗം മൊത്തം ആനയ്ക്ക് വളരെ താല്പര്യമുള്ളതാണ്. സ്മെല്ല് ഭയങ്കരമാണ്. സ്മെല്ല് പിടിക്കാൻ നല്ല ശേഷിയാണ്. അതുപോലെ കൈത ഇപ്പം നമുക്ക് സമീപ ഭാവിയിൽ നമ്മൾ ഈ പരിസരത്തുള്ള സ്ഥലങ്ങളിൽ കളഞ്ഞു പഞ്ചായത്തിൽ തന്നെ എടുത്തുകൊള്ളുക, എല്ലാ വനഭൂമിയോട് ചേർന്നും എസ്റ്റേറ്റുകൾ, റബ്ബർ എസ്റ്റേറ്റുകൾ വെട്ടിത്തെളിച്ചിട്ട് പുതുതായി പ്ലാന്റ് ചെയ്യുന്നതിന് അവർ വൻകിട തോട്ടക്കാരെ, കൈത കൃഷി തോട്ടക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും 10, 20, 50 ഏക്കറൊക്കെ. കാരണം ഉടമസ്ഥനൊന്നും അറിയണ്ട. മുമ്പ് ഞാൻ വനം വകുപ്പ് ടോങ്കിയ കൃഷി ചെയ്തതുപോലെ സ്വകാര്യ വ്യക്തികൾ ഒരു ഏരിയ മൊത്തം എടുത്ത് അവർ പറയുന്ന രീതിയിൽ തൈകൾ, റബ്ബർ തൈകൾ വെച്ച് പിടിപ്പിച്ചും ആ സംരക്ഷണ ചുമതല 3-4 വർഷം ചുമതല ആർക്കാണ്? ആ മുതലാളിക്കായിരിക്കും. അയാൾ അത് കഴിഞ്ഞ് ആ സമയം ഇയാൾ കൈത കൃഷി ചെയ്യും. അയാൾ 3-4 ടേം അല്ലോ അതിൽ കൂടുതലോ ടേം ഇതിനകത്ത് കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുകയും വൻ ലാഭമാണ് ആ കൊടുക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ആനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്ന നിലയിൽ ഉൾക്കാട്ടി കിടക്കുന്ന ആന മണം പിടിച്ച് ഇങ്ങനെ ഇത് തീർന്നാൽ പോലും ആന പോവില്ല. കാരണം അതിന് ആകർഷകമാണ്. ഇതിന് നല്ല പുതിയ കിളിർപ്പുകൾ, അതിൻ്റെ പഴത്തിൻ്റെ ഏറ്റവും ഇലയുണ്ടല്ലോ, നേരത്തെ ഏറ്റവും ഫ്രഷ് ഈ ഇല, അതേപോലെ ഫ്രൂട്ട്, മണം, ഇതെല്ലാം അതിനെ ആകർഷിക്കും. അതിന് എന്തൊക്കെ ചെയ്താലും പുറത്തു പോകില്ല. ഒരു ദിവസം എനിക്കൊന്ന് 30 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന കേട്ടിട്ടുണ്ട് ആന. ആന ശരാശരി 40-45 കിലോമീറ്റർ വരെ നടക്കുന്നൊരു ജീവിയാണ് അത്. പിന്നെ അത് മാത്രമല്ല, സാറിന്റെ അഭിപ്രായത്തിൽ കാട്ടിലെ ഏറ്റവും അപകടമായ ജീവി ഏതായിരിക്കും? തീർച്ചയായിട്ടും ഒരു കാട്ടിലെ ഏറ്റവും അപകടകരമായ ജീവി എന്ന് പറഞ്ഞത് കരടി തന്നെയായിരിക്കും. കരടിയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ജീവികളെയും നമ്മളെ മിണ്ടാതെ ഒരു പക്ഷേ വനത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ആ ജീവിയുടെ സാന്നിധ്യം അറിയാൻ മാർഗമുണ്ട്. ശ്രദ്ധയോടെ കാട്ടിൽ പോയാൽ, നമ്മൾ സംസാരിക്കാതെ പോയാൽ നമുക്ക് എല്ലാ ജീവജാലങ്ങളുടെയും സാന്നിധ്യം നമുക്ക് അറിയാനായിട്ടുള്ള പ്രകൃതിപരമായി നമുക്കുണ്ടാവും. പക്ഷെ കരടി അങ്ങനെയല്ല. കരടി ഒരു സംഘം നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെ അതിനകത്ത് അതിനെ ആക്രമിക്കുക, ഏത് സമയം ആക്രമണം വരും, അത് ഒളിച്ചു നിന്നിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു പക്ഷേ സംഘമായി വന്ന 10-15 പേര് പോകുന്ന സംഘത്തിൽ ഏറ്റവും പുറകെ പോകുന്ന ഒരാളെയാണ് എയിം ചെയ്തതെങ്കിൽ മുന്നേ നടന്ന് പോകുന്നതിനങ്ങ് പോവും. പുറകെ നിൽക്കുന്ന ആളെ കണ്ണും കൈയും പൊത്തി അതിൽ വിട്ടിയാൽ അങ്ങനെ അറിയത്ത് പോലും ഇല്ല. അതാണ് നിലവിളിക്കാൻ പോലും ഒക്കെ. അതിലാണ് വാ പൊത്തിക്കഴിഞ്ഞ് ശബ്ദം നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പേര് വിളിച്ചു കഴിയുമ്പോഴായിരിക്കും ആളിനെ കാണുന്നില്ല എന്ന് പറയാം. പിന്നെ നമുക്ക് ആളിനെ കിട്ടത്തില്ല. അപ്പോഴത്തേന് മാത്രമല്ല തിളക്കമുള്ള ഭാഗം നല്ല കണ്ണ് പറിച്ച് കളയുകയും ചെയ്യും. അതാണ് പൊതുവെ. അതുകൊണ്ട് തന്നെ കരടിയാണ് കാട്ടിലെ ഏറ്റവും. പിന്നെ അത് മാത്രമല്ല, പണ്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, പണ്ട് കൊച്ചുനാളൊക്കെ പറയും ഈ കരടി ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ചത്ത പോലെ കിടന്നാണ്. അതിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം? ഈ കരടിയും 2 കാലിൽ നിൽക്കുന്ന ഒരു ജീവിയും കൂടെ ആണല്ലോ. അതായത് ഈ മനുഷ്യനുമായിട്ടുള്ള സാമ്യമുള്ള എല്ലാ ജീവജാലങ്ങളും അപാരമായ ബുദ്ധിയാണ്. മനുഷ്യനും ഭയങ്കര ബുദ്ധിമാണ്. കുരങ്ങിന് അപാര ബുദ്ധിയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ തന്നെ ഒരു പരിവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് മനുഷ്യൻ പോലും. അപ്പം ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിയും കഴിവ് കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു അതിബുദ്ധിയായിരിക്കാം ഒരു പക്ഷേ ഈ കരടിയെയും ഈ കുരങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ആനകളുടെ സ്വഭാവത്തിലൊക്കെ അല്ലെങ്കിൽ മറ്റ് വന്യജീവികളുടെ സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലും പ്രത്യേക മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
ജൈവജാലങ്ങളുടെ സ്വഭാവത്തിന് കാതലായ മാറ്റം വരാനുള്ള സാധ്യതകളില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ മനുഷ്യനോട് ചേർന്ന് മനുഷ്യവാസമുള്ള സ്ഥലത്ത് ഒരു വന്യജീവി ഇറങ്ങുമ്പോൾ ആ വന്യജീവിയെ ആക്രമിക്കാനുള്ളതും തുരത്താനുള്ളതുമായ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ മനുഷ്യൻ തിരക്കും. ഇപ്പോൾ തീ കൊണ്ടെറിയുക, ഞാൻ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ തീ ഗോളം ആക്കിയിട്ട് ഇതിനെ ആനയ്ക്ക് നേരെ എറിയുക. ആനയുടെ ശരീരം ഭയങ്കരമായി പൊള്ളും. അത് അതിൻ്റെ മനസ്സിൽ വെച്ചിടുന്ന അത് വേറെ ഒരാളോടായിരിക്കും തീർക്കുന്നത്. അതുപോലെ തന്നെ അതിന് പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ നോവിക്കുന്നത്, പ്രകോപനം ഉണ്ടാക്കുകയും അത് വേറെ ഒരാളുടെ കയ്യിൽ പ്രതികാരമായി വന്ന് ഭവിക്കാൻ. ആന ഏറ്റവും നല്ലൊരു ജീവിയാണ്. അത് ഒരാൾ ഉപദ്രവിക്കില്ല. അതിൻ്റെ നേരെ മുമ്പിൽ ചെന്ന് ആയാൽ പോലും ആന ഒഴിഞ്ഞു പോകുന്നൊരു ജീവിയാണ്. കാരണം അതിൻ്റെ ശരീര വലിപ്പം അറിയാൻ പറ്റുന്ന ജീവിയല്ല. പക്ഷേ അതിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, വേദന അതുണ്ടെങ്കിൽ, അതിന് കാരണം മനുഷ്യനാണ് തോന്നിയെങ്കിൽ അതിനെ ആക്രമിക്കുക, അല്ലാതെ ആന ഒഴിഞ്ഞു പോകുന്ന ജീവിയാണ്. പിന്നെ ഇപ്പോൾ തീ കൊടുത്തെ പറ്റി പറഞ്ഞുകൊണ്ട് കൂടുതലും ഈ തീ ശരിക്കും പറഞ്ഞ ഒരു ആയുധമാണോ? സകല ജീവികൾക്കും പേടിയുള്ളൊരു ഏറ്റവും നമുക്ക് സുരക്ഷ, കാട്ടിലൊരു താമസിക്കേണ്ട ഒന്നൊരു സാഹചര്യം ഉണ്ടായി ഔദ്യോഗിക തലത്തെങ്കിൽ നമ്മൾ ആഴിയിടുകയും അപ്പോൾ അതിനുള്ള വിറക് ആദ്യം ചെയ്യുന്നത് വിറക് ശേഖരിച്ച് കൂട്ടി ആഴിയിട്ടാൽ ഒരു വന്യജീവിയും തീയെ എല്ലാ ജീവജാലങ്ങളും ഭയമാണ്. അപ്പോൾ ആഴിയിട്ടാൽ ഒരു ജീവജാലവും ആ ഏരിയയിൽ വരില്ല. ഇപ്പം ഞാൻ കൂപ്പ് വർക്കുകൾ ചെയ്തെന്ന് പറഞ്ഞല്ലോ, കൂപ്പ് വർക്കിനോട് ചെയ്യുമ്പോൾ ആ ഷെഡിലാണ് കിടന്നുറങ്ങുന്നത്. കാട്ടിൽ ചിലപ്പം 8-10 കിലോമീറ്റർ ഉള്ളിലാണ്. നമുക്കൊരാവശ്യം വന്നാൽ പോലും വിളിച്ചാൽ അന്ന് മൊബൈൽ റേഞ്ചില്ല, ഒരു മാർഗവുമില്ല, വണ്ടിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ നിന്ന് സംഭവിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അപ്പോൾ അവിടെ ഒരു സുരക്ഷയ്ക്ക് ആകെയുള്ളൊരു വാച്ചർ കാണും, ഞങ്ങളൊരു സ്റ്റാഫ് കാണും. അവിടെ ചെയ്യുന്നത് എന്താണ്? അതിനോട് ചേർന്ന് ആഴിയിടും. കൂപ്പാകുമ്പോൾ ഇഷ്ടംപോലെ വിറകിന് പഞ്ഞമില്ലല്ലോ. അപ്പോൾ ആഴി വൈകുന്നേരം തന്നെ നമ്മൾ തടിയുടെ കുറ്റികൾ ശേഖരിച്ചിടും. കുറ്റി മണിക്കൂറുകൾ നിന്ന് കത്തിക്കോളും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് തീ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു വന്യജീവികളുടെ അടുത്തത്. പിന്നെ അത് മാത്രം നമ്മൾ ഈ പുറമേ കാണുമ്പോൾ നമ്മൾ ഈ വണ്ടികൾ തട്ടി, അല്ലെങ്കിൽ ഇപ്പം ഈ പന്നികളൊക്കെ ഉണ്ടല്ലോ, പന്നികളെ നമ്മൾ വെടിവെച്ച് കൊല്ലുന്ന പന്നികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ രീതി എങ്ങനെയാണ്? നമ്മൾ സാധാ കേട്ടിട്ടുള്ള കുഴിച്ചിടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഫോറസ്റ്റുകാർ. അതുപോലെ തന്നെ കത്തിച്ച് കളയുവാണ്. എങ്ങനെ അതിൻ്റെ രീതികളൊക്കെ? അതായത് പന്നികളുടെ കേസിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ ഞാൻ പറയും, ഒരു ദിവസം തന്നെ 8-10 കേസും ഒക്കെ ഈ വ്യാപകമായ രീതിയിൽ പന്നികൾ എന്തൊക്കെ അസുഖം വന്ന് ചാവുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള കേസ് ഉണ്ടെങ്കിൽ നമ്മൾ വെറ്റിനറി സർജൻ ഉണ്ടാവും. കൺസേൺഡ് ഏരിയയിൽ വെറ്റിനറി സർജനെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ച് അത് നമ്മൾ ഒരു മഹസർ തയ്യാറാക്കി റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ്. പ്രൊസീജിയർ അങ്ങനെയാണ്. പക്ഷേ പലപ്പോഴും ഒരുപാട് കേസ് ഉണ്ടാകും, ചിലപ്പോൾ അത്തരം പ്രൊസീജിയർ ചിലപ്പോൾ സാധ്യമായില്ല എന്ന് വരാം. ആനയൊക്കെ ആണെങ്കിൽ ആന 2 രീതി ചെയ്യാം. ആന നമ്മൾ JCB കൊണ്ടൊക്കെ നേരത്തെ അതിൽ മനുഷ്യനെയൊക്കെ കൊണ്ട് കുഴിയെടുപ്പിക്കും. ആനയൊക്കെ ചെറിയ കുഴിയൊന്നും പോരാലും വൻപുഴ. അപ്പോൾ ഇപ്പോൾ അത് JCBയോ ഹിറ്റാച്ചിയൊക്കെ വന്നിട്ട് വലിയ കുഴിയെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിനോട് ചേർന്നായിരിക്കും കുഴിയെടുക്കുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശവും നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശാനുസരണം അതിനെ കുഴിച്ചിടുകയും ചില ഇപ്പോൾ ജലസ്രോതസ്സിന് ഇത്ര ദൂരം വേണം അതിനെ കുഴിച്ചിടുന്നെങ്കിൽ എന്നുണ്ട്. ജലസ്രോതസ്സിന് അടുത്താണ്, മീൻസ് ഒരു ആറിനോ തോടിനോ ഒക്കെ അടുത്താണെങ്കിൽ അതിനെ ഒരു നിശ്ചിത ദൂരം മാറിയാണ് ദഹനം നടത്തുന്നതാണ് പതിവ്. നമ്മൾ 1-2 ലോഡ് വിറക് കൊണ്ടുവന്ന് അതിനെ ദഹിപ്പിച്ച് ആണ് പതിവ്. അതാണ് നല്ലത്. ഇപ്പം പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ഫോറസ്റ്റ് ഇപ്പോൾ കാട് നിലനിർത്താനും അതുപോലെ മൃഗങ്ങളെ നിർത്താനും ഫോറസ്റ്റിൻ്റെതായ എന്തെങ്കിലും പ്രത്യേക പദ്ധതികളൊക്കെ ഉണ്ടോ? ഇപ്പം നമ്മൾ കുഴി കുഴിച്ച് വെള്ളം അവർക്ക് ഈ നമ്മുടെ ഈ ഉണക്ക സമയത്തൊക്കെ അതിൽ വെള്ളം കിട്ടാൻ വേണ്ടി കുഴികൾ കുഴിച്ച് വെള്ളം അങ്ങനെ എന്തെങ്കിലും നിരവധി സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജലസ്രോതസ്സിൻ്റെ കുറവാണ്, പ്രത്യേകിച്ച് ഉഷ്ണകാലങ്ങളിൽ. വേനൽക്കാലങ്ങളിൽ ജലസ്രോതസ്സിന് വെള്ളം കുടിക്കാനാണെന്നൊരു സങ്കല്പം നമുക്ക് എല്ലാത്തിനും ഉണ്ട്. അതൊരു സത്യവുമാണ്. കാരണം ആന ശരാശരി നിരവധി ലിറ്റർ വെള്ളം കുടിക്കുന്നൊരു ജീവിയാണ്. അത് എനിക്കൊന്ന് ഒരു 100 ലിറ്റർ 200 ലിറ്റർ അധികം ഒരു ദിവസം കുടിക്കുന്നൊരു ജീവിയാണ്. അതപ്പോൾ അത് ഉണ്ട് തന്നെ. പിന്നെ അതിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത, അത് കറുത്ത നിറമുള്ള ജീവിയായതിനാൽ അതിൻ്റെ ഉഷ്ണത്തെ ഭയങ്കരമായ ഉഷ്ണത്തെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം കൂടെ നനയ്ക്കണം. അത് അതിൻ്റെ ശരീരം, കാരണം കറുത്ത ശരീരമാണ്, അതിന് ചൂട് താങ്ങാൻ സാധിക്കാത്തതിനാൽ കൂടെ ശരീരം നനയ്ക്കണം. അതിന് വെള്ളത്തിൻ്റെ സ്രോതസ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വേനൽക്കാലങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് വനം വകുപ്പ് വനത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, വലിയ കുളങ്ങളൊക്കെ തന്നെ നിർമ്മിക്കാറുണ്ട് അതിന് ജലം കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് ആനയ്ക്ക് മാത്രമല്ല എല്ലാ വന്യജീവികൾക്കും അത്തരം കുളങ്ങളിൽ ഇറങ്ങി വെള്ളം കുടിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള
ഒരവസരം ഒരുക്കുന്നുണ്ട്. അത് പല മേഖലകളിലും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ, പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പം ചീറ്റ നമുക്ക് വംശനാശം വന്നു പോയതാണ്. അതുപോലെ കുറുക്കൻ വംശനാശം വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് സാർ? ഈ കുറുക്കൻ എന്നുള്ള വംശം നമ്മുടെ സ്ഥലത്തിൽ ഇല്ല. കുറുനരിയാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ കാണപ്പെടുന്നത് കുറുനരിയാണ്. അപ്പൊ നമ്മുടെ പക്ഷേ കുറുക്കനാണ് നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത്, കേൾക്കുന്നതായി. പക്ഷെ കുറുക്കന്റെ വംശം ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കുറുക്കനെ കാണാറില്ല. പക്ഷെ കുറുനരി നമ്മുടെ നായുമായി വളരെയധികം സാമ്യമുള്ളതുമാണ്. പക്ഷെ വാലിന്റെ പ്രത്യേകതയൊക്കെ തന്നെ അതിന്റെ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസം കൊണ്ടാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. കുറുനരി വ്യാപകമായി നമ്മുടെ മേഖലയിലുണ്ട് എന്നുള്ള സത്യമാണ്. കുറുനരി വ്യാപകമായി. കുറുക്കൻ ഏകദേശം എനിക്ക് തോന്നുന്നു നാശങ്ങൾ ചീറ്റ വംശനാശം ഇപ്പൊ നമ്മള് വിദേശത്തു നിന്നൊക്കെ തന്നെ അതെ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇതുണ്ട്. ബാക്കി കടുവയുടെ എണ്ണമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു സംശയം വേണ്ട. കാരണം എൻ്റെ സ്റ്റേഷന്റെ പരിധി തന്നെ കടുവകളുണ്ട്, സാന്നിധ്യം ഉണ്ടായിരുന്നു, വ്യക്തമായിട്ടുണ്ട്. കടുവ ഉണ്ട്. സമീപത്തെല്ലാം കൂടുതലും തണ്ണിത്തോട് ഭാഗമാണെങ്കിലും പാടവും മാങ്കൂടെ എല്ലാം കടുവയുടെ സാന്നിധ്യം പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വന്യ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ചിറ്റാർ മേഖലകൾ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പാട മേഖലയിൽ തന്നെ വ്യാപകമായി എല്ലാ വന്യജീവികളിലും ഈ പറഞ്ഞ അപകടകരമായി നമ്മൾ മനുഷ്യൻ കരുതുന്ന കരിമ്പുലി, കടുവ, അതുപോലെ തന്നെ പുലികൾ, മറ്റ് ജീവികളെല്ലാം തന്നെ വ്യാപകമായിട്ടുണ്ട്. എല്ലാം ഈ പുലിയുടെ തന്നെയല്ലേ കരിമ്പുലി എന്ന് പറഞ്ഞാൽ ചിലർക്ക് അങ്ങ് തെറ്റിദ്ധാരണയുണ്ട്. കരിമ്പുലി വേറെ, പുലി വേറെ. നമ്മുടെ പൂച്ച പോലെ തന്നെ. പൂച്ച ഒരു അമ്മ പ്രസവിച്ചത് വെളുത്ത പൂച്ചയും കറുത്ത പൂച്ചയും ഉണ്ടാവാം എന്നുള്ളത് തന്നെ ജനിതകമായ ഇതൊന്നുമല്ല. അത് അങ്ങനെ തന്നെ അതിന്റെ ജനുസിന്റെ ഇതാണ്, അതിൻ്റെതാണ്. ഉൾക്കാട്ടിലാണോ ഈ കരിമ്പുലി കാണപ്പെടുന്നത്? അങ്ങനൊന്നുമില്ല, അങ്ങനെയില്ല. അപ്പോൾ ആളുകള് കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബിലാണെന്നാണ് തോന്നുന്നത് അങ്ങനെ കണ്ട്, വളരെ റെയറാണ്, ലോകത്തിൽ തന്നെ ഭയങ്കരമായ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാടത്തിന്റെ മേഖലയിൽ ഒരാൾ കാണുകയും ആ യൂട്യൂബർ അത് ഇട്ട്. പക്ഷെ അതിനകത്തൊന്നും സത്യമില്ല. അദ്ദേഹത്തിന് ഈ പ്രത്യേകിച്ച് ഒരു ഭയപ്പാട് കറുത്തതിനോട് മനുഷ്യനുണ്ടാവും. കറുത്ത ജീവി എന്നുള്ളതിൽ പൂച്ചയായപ്പോൾ നമുക്കൊരു ചെറിയ നമ്മുടെ ഭയമുള്ളതാണ്. അപ്പം അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു പുതുമയായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു വൈബ് കിട്ടാൻ വേണ്ടിയും ഒരു പ്രശസ്തി കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചാണ് എനിക്ക് തോന്നുന്നത്. വ്യാപകമായിട്ട് തന്നെ ഉണ്ട് കരിമ്പുലി. പിന്നെ നമ്മൾ ഈ കാർഷിക വിളകൾ ഈ മൃഗങ്ങൾ നശിപ്പിക്കുമല്ലോ. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്ക് 10 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണ്? അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, നമ്മുടെ കർഷകരെ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ അതിന് നിശ്ചിതമായ തുക ഓരോ ബഡ്ജറ്റിലും മാറ്റിവെക്കാറുണ്ട്. കാർഷിക നഷ്ടം അല്ലെങ്കിൽ അവൻ്റെ ഏത് രീതിയിലുള്ള കൃഷിയായാൽ പോലും, ഉദാഹരണം നമ്മുടെ വിളനാശമായിക്കോട്ടെ, അതുപോലെ തന്നെ മിക്ക ആളുകളും വനത്തോട് ചേർന്നുള്ള കന്നുകാലി വളത്തിലാണ് തൊഴിലായി സ്വീകരിച്ചത്. അവരുടെ കന്നുകാലികൾ ഏതെങ്കിലും വന്യജീവി കൊണ്ട് പുലിയോ കടുവയോ ആക്രമിച്ച് കൊന്നാലോ, അതല്ലെങ്കിൽ അവൻ്റെ കാർഷിക വിളകൾ ചീനി അല്ലെങ്കിൽ ചേന, അതേപോലെ വാഴ ഒക്കെ നശിപ്പിച്ചാലോ, ആന ഉൾപ്പെടെയുള്ള വന്യജീവികൾ നശിപ്പിച്ചാലോ അതിന് കോമ്പൻസേഷൻ സർക്കാർ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ നഷ്ടം യഥാസമയം വനം വകുപ്പിൽ അറിയിക്കണം. അത് അക്ഷയ സെൻറ്റർ വഴി അപേക്ഷ കൊടുക്കുകയും അത് നമ്മൾ പ്രോപ്പർ ചാനലിൽ അതിന് ഉദ്യോഗസ്ഥർ വന്ന് അതിൻ്റെ നഷ്ടം തിട്ടപ്പെടുത്തി ശുപാർശ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് നമുക്ക് അയാളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും അയാളുടെ ആധാർ കാർഡ് കോപ്പിയും ഡീറ്റെയിൽസും എടുക്കുന്നുണ്ട്. വെരിഫിക്കേഷന് ശേഷം നമ്മൾ നഷ്ടപരിഹാരത്തിന് റെക്കമെൻഡ് ചെയ്യും. സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് അയാളുടെ അക്കൗണ്ടിൽ ഫണ്ട് വരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ നമ്മുടെ ഇതിൻ്റെ ആവശ്യകത കൂടുകയും ഫണ്ട് കുറയുകയും ചെയ്യുമ്പോൾ യഥാസമയം ഇത് നഷ്ടം കിട്ടണമെന്നില്ല. ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അവരുടെ അക്കൗണ്ടിൽ നഷ്ടപരിഹാര തുക സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അളവിൽ, അത് ഇനിയും 100 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ 30 രൂപ ആയിരിക്കും നഷ്ടപരിഹാരമായി കിട്ടുന്നത്. പക്ഷെ 100 രൂപ അതിന് കിട്ടണമെന്നില്ല. പക്ഷേ കിട്ടിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ സാറിൻ്റെ പേഴ്സണായിട്ട് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ വന്യമൃഗങ്ങളുടെ കടന്നു കയറ്റം, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മുക്തി നേടാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇനി ഒരു സാറിൻ്റെ രീതിയിലൊരു പോയിന്റ് പറയാൻ പറ്റുമോ? അതായത് ആനയുടെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ, ഈ ആനയെ ആകർഷിക്കുന്ന കാർഷിക വിളകൾ വനത്തോട് ചേർന്ന്, അതെ, ഇപ്പോൾ തന്നെ ചക്ക ഒഴിവാക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഭക്ഷണത്തിന് മാർഗമാണ് പ്ലാവ് ചക്ക. ഞാൻ ഉദ്ദേശിക്കുന്നത് കൈത കൃഷി ഒരു നിശ്ചിത ദൂരത്തേക്കെങ്കിലും അത് ആനയെ ആകർഷിക്കുന്നതിനടുത്തെങ്കിലും കൃഷി ചെയ്യാതിരിക്കുക എന്നുള്ളൊരെണ്ണം പഞ്ചായത്തുകാരും എല്ലാം കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി ബോധവൽക്കരണം നടത്തിയിട്ട്. അപ്പോൾ അത് ഒരു പരിധി ആനയുടെ ശല്യം കുറയും. ബാക്കി ശല്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞത് നമ്മുടെ വന്യജീവികൾ വ്യാപകമായിട്ടുണ്ട്.
അതിനെ ആകർഷിക്കുന്ന ഘടകങ്ങൾ വേറെ മറ്റു ജീവികൾക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളൊന്നുമില്ല. പിന്നെ കന്നുകാലി വളർത്തുന്നൊരു ആടിനെ വളർത്തരുതെന്ന് പറയാൻ പറ്റത്തില്ല, പശുവിനെ വളർത്തരുതെന്ന് പറയാൻ പറ്റത്തില്ല, കൃഷി ചെയ്യരുതെന്ന് പറയാനും പറ്റത്തില്ല. അപ്പം അന്നേരം അതിന് സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ചെയ്യും. ആ വനത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ്, അതുപോലെ കിടങ്ങുകൾ കുഴിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സംവിധാനത്തിൽ നമുക്ക് ആനയെ അല്ലെങ്കിൽ വന്യജീവികളെ നിശ്ചിത ദൂരത്തേക്ക് മാറ്റി നിർത്താനേ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു നാട്ടുകാരുടെ ഇടയിലും ഒരു നെഗറ്റീവ് പരിവേഷവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഫോറസ്റ്റിന് കിട്ടാറുണ്ടല്ലേ? 100%. വനം വകുപ്പ് ജീവനക്കാരന് ഇനിയുള്ള കാലത്തായാലും ഈ അവസ്ഥയിലാണെങ്കിൽ വളരെയധികം ഭീഷണി, അവർ ചീത്തവിളി, അടി എല്ലാം നേരിടേണ്ടി വരും. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ വനം വകുപ്പ് ജീവനക്കാരെ തടഞ്ഞു വെക്കുക, അവരുടെ നേരെ ആക്രോശം നടത്തുക, അവരെ ദേഹോപദ്രവം ചെയ്യുക ഒക്കെ കാണും. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു വളരെയധികം വാസ്യം 40-50 സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു വനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ആൾക്കാർ നിലയിൽ അവർക്ക് എല്ലാം, അതും സ്റ്റാഫിൻ്റെ എണ്ണം പരിമിതമാണ്. സ്റ്റേഷനിൽ പരമാവധി 20 പേരാണുള്ളത്. അവർ നിശ്ചിത എണ്ണം അവരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ 8-10 ദിവസം കഴിഞ്ഞാൽ അവരുടെ വീടൊന്ന് കാണുന്നത്. അപ്പോൾ ജോലി വളരെയധികം സംഘർഷഭരിതമായ കാലത്തിലാണ് ഇനിയോടെ കടന്നു പോകുന്നത്. ഇപ്പോൾ നേരിടുന്ന പ്രധാന വിഷയം മനുഷ്യ വന്യജീവി സംഘർഷം തന്നെയാണ്. മറ്റ് വിഷയങ്ങൾ, അതായത് തടികടത്ത് അല്ലെങ്കിൽ മറ്റേ വന്യമൃഗ വേട്ട നമുക്ക് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ ഇനിയുള്ള കാലത്തില്ല. പുതിയ കാലത്ത് ഈ പറഞ്ഞ വന്യജീവി സംഘർഷം മാത്രമാണ് ഉള്ളതെന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ രസകരമായ ചോദിക്കാം. ഇപ്പം നമ്മൾ ചില കേസുകളിലൊക്കെ നമ്മൾ ഈ വനത്തിലുള്ള റോഡ് കാണുമല്ലോ. ഈ റോഡ് കാണുമ്പോൾ പല ആൾക്കാരും പറയുന്നത് അതിട്ട് അറിയാൻ പറ്റത്തില്ല, അത് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളത്. എന്താണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? എപ്പോഴും ആളുകളുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോകാനുള്ള ഇപ്പോൾ പ്ലാന്റേഷൻ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്തും വളങ്ങൾ എത്തിക്കുക, തൈകൾ എത്തിക്കുക, അതാത് സമയങ്ങളിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വനത്തിനുള്ളിലുള്ള വഴികളുണ്ടാവും. ആ വഴികൾ നമ്മൾ വനത്തിനോട് ഒരു ഭാഗത്ത് താമസിക്കുന്നവർ ചിലപ്പോൾ ക്രോസ് ചെയ്ത് അടുത്ത ജനവാസ മേഖലയിലേക്ക് പോകാമായിരിക്കും. അവരുടെ സങ്കല്പം അത് പൂർണ്ണമായും പഞ്ചായത്തിൻ്റെയോ ഇടപെടോ ഒക്കെ ഭൂമിയാണ്, വഴിയാണ് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ പലപ്പോഴും അല്ല. അത് വെച്ചിട്ട് അവർ ക്ലെയിം ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അത് മാത്രമല്ല, ഈ വന്യമൃഗശല്യം കൂടുമ്പോൾ ഇത്ര സെന്റ് ഭൂമിയുള്ളവർക്ക് സർക്കാർ അത് ഏറ്റെടുക്കുമെന്ന് ഇങ്ങനെ ഒരു പദ്ധതി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് സാറിന്? അതെ, തീർച്ചയായിട്ടും. അതായത് RKDP പദ്ധതി എന്നാണ് പറയുന്നത്. RKDP ആ പദ്ധതിയിലെന്ന് പറയുമ്പോൾ സർക്കാർ വനത്തിനോട് ചേർന്ന പ്രദേശം, അവിടെ ജനവാസ മേഖലയിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർക്ക് മിനിമം 5 സെന്റ് മുതൽ ഉള്ള സ്ഥലമുണ്ടെങ്കിൽ ഒരു യൂണിറ്റായി കാണുകയും ആ യൂണിറ്റ് അനുസരിച്ച് 15 ലക്ഷം രൂപ വരെ പൈസ കൊടുക്കും. പക്ഷേ ചിലപ്പോൾ 1 ലക്ഷം 3 ഏക്കർ ആയാലും അവർക്ക് എത്തേ കിട്ടത്തുള്ളൂ. ഒരു യൂണിറ്റാണ് 15 ലക്ഷം കിട്ടും. 5 സെന്റ് ആയാലും 15 ലക്ഷം കിട്ടും. പക്ഷെ അത് സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ അപേക്ഷാപ്രകാരം അത്തരം മേഖലകളിൽ, എല്ലാ മേഖലകളും ഇല്ല, മുൻകൂട്ടി നിശ്ചയിച്ച പ്രദേശങ്ങൾ മാത്രം ഇത്തരത്തിലുള്ളിടത്ത് നമുക്ക് കോമ്പൻസേഷൻ കൊടുത്ത് അവരെന്ത് ചെയ്യും, വേറെ ഒരു മേഖലകളിലേക്ക് താമസം മാറി പോകുന്ന സിസ്റ്റമാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെ വനഭൂമിയായിട്ട് മാറില്ലേ? അതെ, തീർച്ചയായിട്ടും അത് സ്വാഭാവികമായി നമ്മുടെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവിക വനങ്ങളായിട്ട് ക്രമേണ അത് മാറാനാണ് സാധ്യത. പിന്നെ അത് മാത്രമല്ല, ഈ നഗരജീവിതത്തിൽ നിന്ന് മാറി കുടുംബത്തിൽ നിന്നൊക്കെ മാറി ഫോറസ്റ്റുമായിട്ട് കൂടുതൽ നിന്ന് അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു മാനസിക സംഘർഷമൊക്കെ ഉണ്ടായി കാണത്തില്ലേ? അപ്പോൾ അതിനെങ്ങനെയാണ് സാറ് നേരിട്ടത്? ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ അനുസരിച്ചിട്ടാണ്. ഇത് എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്നത് ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് തോന്നേയില്ല. ഞാൻ പോയി പറഞ്ഞല്ലോ, വൈവിധ്യമാർന്ന തൊഴിലാണ്. ഞാൻ വയലും എല്ലാവരും എതിർക്കുമ്പോഴും വനംവകുപ്പിലെ ജോലി വീട്ടിൽ പോകാൻ പറ്റത്തില്ല, കാട്ടുജീവി ആക്രമണം, അതേപോലെ ഈ സമൂഹത്തിലെ ആളുകളുടെ എതിർപ്പ്, ചീത്തവിളി, ഇനിയുള്ള കാലത്ത് എങ്ങനെ ജോലി ചെയ്യും, ഇതെല്ലാം ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരാകർഷണം തോന്നും. അത്തരം ഇതായതുകൊണ്ട് നമ്മൾ ആസ്വദിച്ചത് കൊണ്ട് തന്നെ നമുക്കത് അവസാന കാലം വരെ, അത് സർവീസ് ജീവിതം വിരാമം വരെ അതിനകത്തൊരു ബോറ് തോന്നിയിട്ടേ. അതുമാത്രമല്ല, ഇപ്പം ഈ കാട്ടാനകളെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു നമുക്ക് നാട്ടാനകൾ സംസാരിക്കാം. നാട്ടാനകൾ പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ട്, പല അമ്പലങ്ങളിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇഷ്യൂപ്പെട്ട് കുറേ ആൾക്കാർ മരണപ്പെടുകയും പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അതിൻ്റെ കീഴ് വരുന്നൊരു കമൻറ്റാണ്, എന്തിനാണ് ഈ കാട്ടാനയൊക്കെ പിടിച്ച് നാട്ടാനയാക്കുന്നത്, ഇതിനൊക്കെ അഴിച്ച് പിന്നെയും കാലിലോട്ട് വിട്ടുകൂടെ? അത് ശരിക്കും പോസിബിളാണോ? അല്ല, പോസിബിളേ അല്ല. ഒന്ന്, കുരങ്ങായിക്കോട്ടെ, ആനയായിക്കോട്ടെ, നാട്ടുമ്പുറത്ത് വളരുന്ന ഒരു ജീവിയെ കാട്ടിലെ അതിൻ്റെ ആവാസത്തിലോട് ചെന്നാൽ തനതായ അതേ വംശത്തിലുള്ള മൃഗങ്ങൾ വെച്ച് പുറപ്പിക്കില്ല. നാട്ടാനെ അങ്ങോട്ടത് കാട്ടി കയറ്റി വിട്ട് നോക്കണം, അതിനെ അവിടെ നശിപ്പിച്ച് ഇല്ലാതാക്കളെ. കാരണം അതിനെല്ലാം അതതിൻ്റെ ഒരു സാമ്രാജ്യമായി കൊണ്ടു നടക്കുന്നവരാണ്.
നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ നാട്ടുകുരങ്ങായ ശാസ്താംകോട്ട കുരങ്ങിനെ പല ഭാഗങ്ങളിലും കൊണ്ടുവന്നിട്ട് വനഭാഗങ്ങളിൽ കൊണ്ട് വിട്ടിട്ട് കാട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല. കാട്ടുകുരങ്ങുകൾ ഓടിക്കും. അപ്പം അവർ കൂട്ടത്തില്ല, ഒരിക്കലും കൂട്ടാൻ പോകുന്നില്ല. ഇവരൊരു പ്രത്യേക വംശമായി ആ വനത്തിന്റെ ജനോട് വെളിയിൽ താമസിക്കുന്ന ആളുകളായി മാറത്തേ ഉള്ളൂ, ഒരിക്കലും മറ്റൊരു ആനയായാലും അതേപോലെ. അപ്പോൾ ഏത് ജീവിയും മനുഷ്യനോട് ചേർന്ന് ജീവിച്ച ഒരു ജീവിയെ ഉൾക്കൊള്ളാനുള്ള സാധ്യതയില്ല. പിന്നെ വേറെ മലമാർഗങ്ങൾ ഇപ്പോൾ ഉദാഹരണം, ഞാൻ കോന്നിയിൽ ആനക്കൂട്ടിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമുക്ക് ഈ ആനയെ തന്നെ കോന്നി ആനക്കൂടിന്റെ പ്രത്യേകത ഒരു പരിമിതമായ സ്ഥലത്താണ്, ചെറിയ സ്ഥലം, ഒരു 8-9 ഏക്കറിനകത്ത്. അതിനകത്ത് ഭൂരിപക്ഷവും കെട്ടിടങ്ങളൊക്കെയാണ്. ആനയെ സംബന്ധിച്ച് അതിന് സ്വാഭാവിക വ്യായാമം വേണം. കെട്ടുമുട്ടിൽ നിന്ന് ഒരു ആന അല്ലെങ്കിൽ ഏത് ജീവി ആയിക്കോട്ടെ യാതൊരു വ്യായാമവും ഇല്ലാതെ നിന്നാൽ അസുഖങ്ങൾ ഉണ്ടാവാം. മനുഷ്യനുണ്ടാവുന്ന എല്ലാ അസുഖങ്ങളും ആനയ്ക്കുണ്ടാവാം. ഇത് ഭക്ഷണം മാത്രം കൃത്യമായ അളവിലാണ്. അതിന് എല്ലാ കൃത്യമായ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എന്തൊക്കെ വിഭവസമൃദ്ധമായും പോഷക സമൃദ്ധമായും ഫുഡാണ് ആനയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ആനയ്ക്ക് യാതൊരു വ്യായാമവും ഇല്ലാതെ നിന്ന് എന്ത് ചെയ്യും? അതിന് അസുഖം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങ് വ്യായാമം അതിന് ശരിയായതുകൊണ്ട് തന്നെ അപ്പം പിന്നൊന്ന് കാടിൻ്റെ അറ്റ്മോസ്ഫിയർ താമസിക്കുന്നത് തന്നെയാണ് വന്യജീവി എന്നല്ലേ ആനയ്ക്ക് നല്ലത്. അപ്പോൾ അതിന് നമുക്ക് നമ്മളത് ആദ്യം അടവി ഭാഗത്ത് ഒരു വനപ്രദേശം എടുത്തുകൊണ്ട് അവിടെ ഇതിനെ ഷെൽട്ടർ ഹോംസ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ ആയിട്ട് നമ്മളത് ആലോചിച്ചായിരുന്നു. അന്നേരം വ്യത്യസ്തമായ ചില എതിർപ്പുകൾ വന്ന് ഏറ്റവും അവസാനം കോന്നി കുമ്മണ്ണൂർ വനമേഖലകളിൽ ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുകയും അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുമുണ്ടെന്നാണ് എൻ്റെ ഇത്. പ്രോജക്റ്റ് ഇപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഒരു ആഹാര രീതി, ഇപ്പം നമ്മൾ മനുഷ്യരുടെ നിയന്ത്രണത്തിലാണല്ലോ ആഹാരം പരിചരിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ കാട്ടിലേക്ക് ഇതിന് ലഭ്യതയും ഒരു പ്രശ്നമല്ലേ? ഞാൻ പറഞ്ഞു, സ്വാഭാവികമായി ലഭ്യതയിൽ കുറവ് വന്നിട്ടായിരിക്കുമല്ലോ നാട്ടിൻപുറത്തേക്ക് ഈ ആനകളൊക്കെ തന്നെ വ്യാപകമായി വരാനുള്ള കാരണം. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ഒക്കെ ആവാം. ആ ഭക്ഷണത്തിനായി ഇന്റീരിയർ ഫോറസ്റ്റ്, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ഈ തേക്ക് തോട്ടങ്ങൾ, അതായത് സജഷനാണ്. ഇപ്പോൾ തേക്ക് തോട്ടങ്ങളൊക്കെ വ്യാപകമായി വെച്ച് പിടിപ്പിക്കുന്നു, റവന്യൂവിന് വേണ്ടിയാണ്, ഗവൺമെന്റിന് വരുമാനം. അപ്പം ആ വെട്ടിമാറ്റുന്ന സ്ഥലത്ത് ഇവയ്ക്ക്, ഉദാഹരണം ആനയ്ക്ക്, അതേപോലുള്ള ജീവികൾക്ക് ഭക്ഷണമായി വരാവുന്ന മരങ്ങൾ, ഉദാഹരണം ഈറ്റ, മുള, പിന്നെ ഇവയെല്ലാം ഒന്ന് പ്ലാന്റ് ചെയ്യുന്നൊരു തോട്ടമായി വന്നാൽ അതിനൊരു നിശ്ചിത കാലം സംരക്ഷിക്കണം. വാച്ചറിന്റെ സഹായം സംരക്ഷിച്ചാൽ ഒരുപക്ഷെ ആ ഫുഡിന് അതിന് നാട്ടിലിറങ്ങേണ്ടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സജഷൻ നില ഉൾവനങ്ങളുടെ മേഖലയിലെ പ്ലാന്റേഷൻ വർക്കുകൾ നടത്തി കഴിയുമ്പോൾ അവിടെ രണ്ടാമത് നൽകേണ്ട മരങ്ങൾ ഇത്തരത്തിൽ അവക്കൂടെ ആഹാരമായി ഭവിക്കാവുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ഒരു പരിധിവരെ ഗുണകരമാകും. പിന്നെ അത് മാത്രമല്ല, സാറ് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം, കാട്ടിലെ ആനകൾക്ക് ഒരുപാട് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെ ആനകൾക്ക് അത്രയും കാണാൻ സാധ്യത കുറവല്ലേ? അപ്പോൾ അതും ഒരു പ്രശ്നമാവത്തില്ലേ? തീർച്ചയായും തന്നെ ചിലപ്പോൾ അത് ഭീഷണിയായി വരത്തില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത്. അതായത് കാട്ടാനകളിൽ അങ്ങനെ ഹെർപ്പിസ് വൈറസിന്റെ സാന്നിധ്യം കാണാറേ ഇല്ല എന്ന് തന്നെ പറയാം. ഈ കോന്നിയിലെ തന്നെ അടുത്ത കാലത്തുണ്ടായ, അല്ലെങ്കിൽ കോട്ടൂരെ തന്നെ അടുത്ത കാലത്തുണ്ടായ മരണങ്ങളിൽ, ആനയുടെ മരണത്തിൽ കൂടുതലും ഹെർപ്പിസ് വൈറസാണ് കാരണം. അത് അതിൻ്റെ തന്നെ വിസർജ്യങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞ ഈ വൈറസ് ഉണ്ടാകുന്നതെന്ന് പറയാം. ഈ വൈറസ് കയറി ഒരു ദിവസത്തിനകം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആന മരണപ്പെടുക എന്നുള്ളതാണ്. അത് ഒരു ലക്ഷണം പോലും കാണിക്കാൻ പോലും അവസരം ഉണ്ടാവുന്നില്ല. അപ്പം അടുത്ത കാലത്തുണ്ടാകുന്ന നിരവധി മരണങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. അപ്പം ഈ ആന ക്യാമ്പുകളിലൊക്കെ ഉള്ളത്, അല്ലെ ആന സംരക്ഷണത്തിന് സ്വകാര്യ മേഖല ഉള്ളത്, അതിൻ്റെ അതിന് പോകാനുള്ള ഏരിയ വളരെ പരിമിതമാണ്. അപ്പം അതിന് ഈ വിസർജ്യങ്ങളിൽ തന്നെയാണ് അത് വീണ്ടും നടക്കുകയോ ഒക്കെ ചെയ്യും. ആനയെ സംബന്ധിച്ച് മണ്ണ് വാരി തിന്നുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ വിസർജ്യങ്ങളിലുള്ള ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും അണുക്കൾ ഉള്ളിൽ ചെന്നാൽ ഇത്തരത്തിലുള്ള വൈറസ് ഉള്ളിൽ വരാനും അതിൻ്റെ മരണത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വന്യജീവിയായ ആനയ്ക്ക്, കാട്ടാനയ്ക്ക് ഇത് ഹെർപ്പിസ് വൈറസ് അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അവർ ഉദ്യോഗസ്ഥന്മാരോടും അല്ലെങ്കിൽ പിന്നെ സജ്ജന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നാട്ടാനകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. ഇപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 550 അല്ലെ 600 അടുപ്പിച്ച് നാട്ടാനകൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് 300 താഴെ ആനകളെ ഉള്ളതാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാട്ടാനകളുള്ളൂ. അപ്പോൾ അതിനൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളിൽ ഒരു കാരണം ഇത്തരത്തിലുള്ള വൈറസും കൂടെ ഉണ്ടാകും. റീബൈൽഡിങ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ആനകളുടെ കാര്യം പറയുമ്പോഴേ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നാട്ടാനെ പറയുമ്പോൾ ഈ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ കൂപ്പിൽ പണിയെടുക്കുമായിരുന്നു, പിന്നെ അതിൽ വഴിയടിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ കൃത്യമായ ഡൈജഷൻ നടക്കുമായിരുന്നു. ഇപ്പം അതും ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഈ അസുഖത്തിന് ഒരു കാരണമാവുന്നില്ലേ, കൃത്യമായിട്ട് വ്യായാമം ലഭിക്കാത്തത്? ശരി, ഞാൻ അത് മുമ്പേ പറഞ്ഞത് വ്യായാമം മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും കൃത്യമായ വ്യായാമം വേണം. ആനക്കൂട്ടിലെ തന്നെ ഞാൻ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞായിരുന്നു. അതിന് ആഹാരം മാത്രം പോരാ, നിശ്ചിത അതിൽ വ്യായാമം വേണം. തടി പിടുത്തം എന്ന് പറഞ്ഞാൽ ആനയെ സംബന്ധിച്ച് നല്ലൊരു വ്യായാമം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൂപ്പ് വർക്കുകൾ ഇപ്പോൾ ആന ഉപയോഗിക്കുന്നില്ല. ഇപ്പം എല്ലാം മെഷീനറീസാണ്. മെഷീൻ വന്നതോട് തന്നെ നമ്മുടെ ആനകൾക്ക് അത്തരത്തിലില്ല. അപ്പോൾ അത് നല്ല വ്യായാമമായിരുന്നു. അപ്പോൾ അത്തരം മേഖലകളെല്ലാം മെഷീൻ കൈയടക്കിയത് തന്നെ ആനയുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട്. അത് അസുഖങ്ങൾ ബാധിതരാവാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നിയമസഭയിൽ നമ്മുടെ ഒരു MLA പറഞ്ഞിരുന്നു, ഈ കാട്ടി പ്രശ്നം ഉണ്ടാക്കുന്ന ആനകളെയൊക്കെ എന്തുകൊണ്ട് നാട്ടാനകളാക്കിക്കൂടാ? സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, അതൊരു നിയമസഭാ സാമാജികൻ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇഷ്യൂ ഉണ്ടാവുകയും നാട്ടാനകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു. കാരണം ഇപ്പോൾ തന്നെ ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക്, എഴുന്നള്ളിപ്പിന് അതുമായി ബന്ധപ്പെടുന്ന നമുക്കറിയാം. ഞാൻ എൻ്റെ ക്ഷേത്രത്തിനൊക്കെ ആനയെ ബുക്കിങ്ങിനൊക്കെ നേരത്തെ ചെയ്യുമ്പോൾ ഒരു 5 വർഷമൊക്കെ ഞാൻ വഴിയൊക്കെ ഒരുപാട് എൻ്റെ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരു 50,000-60,000 രൂപ ഒരു ആനയ്ക്ക് ശരാശരി നല്ല ഭേദപ്പെട്ട ആനയ്ക്ക് ഉള്ളപ്പോൾ ഇന്ന് അത് 5 ലക്ഷത്തിലേക്ക് മാറി 5 വർഷം കൊണ്ട്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഉത്സവങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല, ആഘോഷങ്ങളുടെ അളവ് കുറഞ്ഞിട്ടില്ല, ആനയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആന ആവശ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ശതമാനം പേര് ആനയെ ഇഷ്ടപ്പെടുന്നവരാണ്, ആനയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് കാട്ടിൽ പോയി ആനയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ആകെ ആസ്വദിക്കാൻ പറ്റുന്നത് നാട്ടാനകളുടെ സൗന്ദര്യമാണ്, അവയെ കാണുന്നതാണ്. അപ്പോൾ ആനച്ചന്തം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിനോട് താല്പര്യമുണ്ട്. അപ്പോൾ അതൊരാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പക്ഷെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ സാറിന് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ആവാസ വ്യവസ്ഥയെന്ന്, കാരണം മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ 10 വയസ്സ് താഴെയൊക്കെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ സോൻപൂർ മേളകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നാണ് ആന ഇവിടെ കൊണ്ടുവന്നുള്ളത്. അതും വളരെ ചെറുപ്പകാലത്ത്. അങ്ങനെയാണ് മനുഷ്യരുമായിട്ട് അത് ഇടപഴകിയിരിക്കുന്നത്. പക്ഷേ ഈ കാട്ടിക്കിടക്കുന്ന ആന എന്ന് പറയുമ്പോൾ ഏകദേശം അഡൾട്ടായ ആനകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആനകളെ നമ്മൾ നാട്ടാനയാക്കുമ്പോഴത്തേക്ക് അത് അതിനോട് ചെയ്യുന്നൊരു നല്ല കാര്യം അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാണ്. വേട്ട കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമാണ്. നാട്ടിൻപുറത്തിറങ്ങിയത് നല്ല ഒരുപാട് കൊമ്പനുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമനിർമ്മാണ സഭയ്ക്ക് ഉചിതമായ തീരുമാനം എടുത്തുകൊണ്ട് നമുക്കതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് നമ്മൾ പരിചയസമ്പന്നരായ നിരവധി കുങ്കിയാനകൾ നമുക്കുണ്ട്. കോന്നി സുരേന്ദ്രൻ്റെ ഒക്കെ തന്നെ ഉദാഹരണം. അപ്പോൾ അങ്ങനെയുള്ള സഹായത്തോടുകൂടി അവയെ പരിശീലിപ്പിച്ചാൽ നാട്ടാനയാക്കുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നിയമങ്ങൾ മാറേണ്ടതുണ്ട്. ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടാനയുടെ ക്ഷാമവും കുറയും. നല്ല നല്ല രൂപഭംഗിയുള്ള ആകാരവടിവുള്ള നല്ല ഇനം ആനയെ നമുക്ക് ആനയുടെ ഷോർട്ടേജ് കുറയും. പക്ഷെ നിയമനിർമ്മാണമൊക്കെ ആവശ്യമാണ്. നാട്ടിൻപുറത്തെ ആനകളുടെ ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ആനകളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ. അതല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും പോകും വഴിയുണ്ട്. ഇപ്പോൾ ഈ കാട്ടാനകളെ, നമ്മൾ നാട്ടാനകളെ നമ്മൾ കാട്ടിലോട്ട് കയറ്റി വിടാതെ തന്നെ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഇവരെയൊക്കെ സംരക്ഷിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, ഒരു ആനയെ തന്നെ നമ്മളിപ്പോൾ പിടിച്ച് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആനയെ തന്നെ ഒരു ദിവസം സംരക്ഷിക്കണമെങ്കിൽ സർക്കാർ ഇപ്പോൾ ആനക്കൂട്ടിൽ തന്നെ അതിൽ ഒരു ആനയ്ക്ക് തന്നെ ഭയങ്കരമായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സാധാരണ ഗവൺമെന്റിനെ തന്നെ ഇത്രയും ഒരുപാട് ആനകൾ, ഞാൻ പറഞ്ഞു എൻ്റെ സ്റ്റേഷൻ പരിധി ഒരു ദിവസം 38 ആന ഇറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ എല്ലായിടത്തും ഏകദേശം സമാന സ്വഭാവം. ഇത് എല്ലാത്തിനും കൂടി ഇതിനെ എന്ത് ചെയ്യാം, പിടിച്ചുകൊണ്ടുവന്ന് സംരക്ഷിക്കാനുള്ളത്. കാട്ടാനല്ല, നാട്ടാനകളുണ്ടല്ലോ. ഇപ്പൊ അതിനെ കാട്ടിക്കയറ്റി വിടാതെ തന്നെ ഇതിന് ഉത്സവങ്ങൾക്ക് വിടാതെ സർക്കാരിന്റെ കീഴിൽ ഇതിനെ പാർപ്പിക്കാനായിട്ട് അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റില്ല. അവിടെ തന്നെ ഇപ്പൊ ചെലവാണ്. അല്ലെങ്കിൽ ആ വ്യക്തി ഫണ്ട് ആ വ്യക്തി മുടക്കേണ്ടി വരും. അത് ഒന്നും പ്രായോഗികമല്ല, പോസിബിൾ ആയിരിക്കില്ല. കാരണം ഇത് വരുമാനം ആ വ്യക്തി കിട്ടുന്നതുകൊണ്ടാണല്ലോ അയാൾ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും വിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം അത് പ്രായോഗികമല്ല. പിന്നെ അതിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പലപ്പോഴും പല മുതലാളിമാരും ചെയ്യുന്നത് അതിൻ്റെ മതപ്പാടുള്ള ലക്ഷണമുള്ള ആനയെ പോലും ആനയെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് കർക്കശമായ നിലപാടെടുത്ത് അതിൻ്റെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, അത് എന്തെല്ലാം കാര്യങ്ങളിൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ കൺസേൺഡ് സോഷ്യൽ ഫോറസ്റ്റ് യഥാസമയം നിരീക്ഷണം നടത്തുകയും ആനയെ പരിചരണ മാർഗങ്ങളും രീതികളും എല്ലാം കൃത്യമായി വിലയിരുത്തിയാണ് നിലവിൽ പോകുന്നത്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ എഴുന്നള്ളത്തുണ്ടാകുമ്പോൾ ആന ഒരു പക്ഷേ അതിക്രമം കാണിക്കും. അത് ജനങ്ങൾക്ക് ജീവനും സ്വത്തിനൊക്കെ ബുദ്ധിമുട്ടായി വരാനുള്ള സാധ്യത. അതുകൊണ്ട് നിയമങ്ങൾ കർക്കശമായി പാലിച്ചാൽ ഇത്തരമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പല വിദേശ രാജ്യങ്ങളിലെയും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലയിടത്തും. ഇപ്പോൾ റോഡുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസം പ്രൊജക്റ്റുകളായിക്കോട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളുടെ പെരുപ്പം പല രാജ്യങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഇന്ന മൃഗങ്ങൾ അതിനെ ഒരു വർഷത്തേക്ക് ഇത്തരണത്തിന് ഹണ്ട് ചെയ്യുക. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പോസിബിൾ ആണോ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത്, അല്ല കേരളത്തിൽ? എനിക്ക് തോന്നുന്നു സമീപ ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സീരിയസ് ആയ വിഷയമാണ്. കാരണം എണ്ണം പെരുകുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ആനയുടെ ആയാലും അതുപോലെ എല്ലാ വന്യജീവികളുടെയും എണ്ണം കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ട് ശരിയായ നമ്മുടെ ജനപ്രതിനിധികൾ ഇടപെട്ട് നിയമനിർമ്മാണം വഴി അത് പെട്ടെന്നൊക്കെ നമ്മളൊരു പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന വിഷയമല്ല. ഇപ്പം തന്നെ നമുക്ക് കാട്ടുപന്നികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം പഞ്ചായത്തിൻ്റെ അധികാരികൾക്ക്, പഞ്ചായത്ത് പ്രസിഡന്റിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സവിശേഷ അധികാരം കൊടുത്തുകൊണ്ട് ഇപ്പം വെടിവെച്ച് കൊല്ലാനുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ അത്രയും കാട്ടുപന്നി ശല്യം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇല്ലെന്നാണ് കരുതുന്നത്. തന്നെ വെടിവെച്ച നിയമമുണ്ട്. അപ്പം എന്നുള്ളതുപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവാവുന്ന കാര്യമാണ്, സമീപ ഭാവിയിൽ ഉണ്ടാവേണ്ടതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ, നിയമം മാത്രം, നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടാവാൻ സാധിക്കാവുന്ന കാര്യമാണ്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ ഈ മൃഗപ്പെരുപ്പത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇനി ഭാവിയിൽ നമ്മൾ വീണ്ടും ഒരു വലിയ കടന്നുകയറ്റം പ്രതീക്ഷിക്കേണ്ടതായി വരുന്നുണ്ടില്ലേ? ഇതിനേക്കാൾ കൂടുതൽ ഒരു സംശയം വേണ്ട. നിലവിലുള്ള അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ മേഖലകളിൽ ഇപ്പം ഞാൻ പറഞ്ഞു, ആകെയുള്ള ജനവാസ മേഖലയിൽ ആനയുടെയും വന്യജീവിയുടെയും കടന്നുകയറ്റം കൊണ്ട് ആകെയുള്ള ജനങ്ങളിലെ ഒരു നല്ലൊരു ശതമാനം പേര് അവിടെ നിന്ന് നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഇന്ന് കാണപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് എൻ്റെ സ്ഥലം ഉൾപ്പെടെയുള്ളവരോട് താമസം മാറിയിട്ടുണ്ട്. പക്ഷേ നാളെ ഒരിക്കൽ ആ ബാക്കിയുള്ള ശതമാനം ആളുകളുടെ താമസം അവിടെ നിന്ന് മാറിയേക്കാം. അപ്പോൾ പിന്നെ വരുന്നത് എങ്ങോട്ടാവും? എൻ്റെ സ്ഥലങ്ങളിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് കുറയാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ശാസ്ത്രീയമായ രീതി അതിനുള്ള പഠിച്ച് അതിന് ഉചിതമായ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ എല്ലാ നമ്മൾ സുരക്ഷിത കേന്ദ്രങ്ങളും നമ്മൾ കരുതുന്നതും സുരക്ഷിതമല്ലാത്തൊരു കാലം താമസിയാതെ ഉണ്ടാവുമെന്ന് കരുതി സംശയം. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുന്നേ 2 ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. അപ്പോൾ സാർ ഇത്രയും വർഷത്തെ സർവീസിന് ശേഷം ഇപ്പം റിട്ടയർമെൻറ്റ് സമയത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ വ്യക്തിഗത ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് എനിക്ക് ഒരു സന്തോഷമാണ്. 2 കുട്ടികളാണ്. ഒരാൾ എൻ്റെ സിവിൽ സർവീസിൽ നേതാവായിട്ടുണ്ട്, രണ്ടാമത്തെ ആൾ ബിടെക്കിന് പഠിക്കുന്നു, എൻ്റെ ആമ്പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇത് ആസ്വദിച്ച ഒരു ജീവിതം, അത് മീൻസ് വനംവകുപ്പിലെ ജീവിതം. എനിക്ക് അതിന് മുമ്പ് 2005 ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സർവീസിൽ കയറി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാർക്കായിട്ട് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ PWD ക്ലാർക്കായിട്ട് കിട്ടിയ ആളാണ്. പക്ഷെ എനിക്ക് ആസ്വാദ്യകരമാണ്. എന്നാൽ അതാകുമ്പോൾ ദിവസം വീട്ടിൽ പോയിട്ട് വരാം, 10 മുതൽ 5 വരെ മതി ഒക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഇത്തരം മേഖലകളിൽ ഒരു വൈവിധ്യം കണ്ടെത്തുന്ന മേഖലയായതുകൊണ്ടും ഒരു രസകരമായി എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് ഞാൻ വിട്ടു പോകാഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും അതിനെ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ആസ്വദിച്ച് ഇത് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ. തീർച്ചയായിട്ടും. ഇനിയിപ്പം അടുത്തൊരു ടൈം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫാണ്. ഇനി സാറിൻ്റെ അടുത്ത ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? റിട്ടയർമെന്റ് ലൈഫിൽ എല്ലാവരും ശരാശരി എല്ലാം റിട്ടയർ ചെയ്തവരും കൃഷിയാണ് ചെയ്യുന്നവർ. സാറിനും അതിനോട് തന്നെയാണ്? ഭയങ്കരമായ കമ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമാണ് കൃഷി. കാരണം എൻ്റെ അച്ഛൻ കർഷകനായിരുന്നു, കൃഷി ചെയ്താണ് നമ്മളെ വളർത്തിയത്. വേറെ അച്ഛനും ഗവൺമെൻറ് ജോലിയൊന്നും അല്ലായിരുന്നു. അത് കണ്ടാണ് വളർന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ 2 സന്തോഷം. ഒന്ന്, നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് പ്രധാനമാണ് കാര്യമാണ്. 2, നമുക്ക് ഒരു സന്തോഷം, മനസ്സിൻ്റെ സന്തോഷം കിട്ടുന്നൊരു പ്രവൃത്തിയാണ് കൃഷിയെങ്കിൽ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് വളരെയധികം ചെയ്യും. നിലവിൽ കൃഷിയാണ് ഒരു സന്തോഷം കണ്ടെത്താനായിട്ട്. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ? തീർച്ചയായിട്ടും. ഇല്ലാതെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം സാർ എന്തായാലും ഈ ഇൻ്റർവ്യൂവിലെത്തി ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് പിന്നെയും കാണാം. തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു സാർ.